അങ്ങനെ ബെദ്ലഹേം കുടുംബയൂണിറ്റ് നിവിൻ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു പക്ക ഫീൽ ഗുഡ് ലൈറ്റ് ഹാർട്ടഡ് പടമെന്ന് തോന്നിയ തരത്തിലുള്ള ഒരു ചെറിയ ട്രെയിലർ ഈ ഒരു പടത്തിന് നല്ലൊരു ഫീൽ തരാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പടത്തിന് ഡയറക്ടർ തന്നെ പ്രേമലുവിൻ്റെ സൂപ്പർ ശരണയുടെ തണ്ണീർമത്തൻ്റെയൊക്കെ ഡയറക്ടറാണ്. അതുപോലെ ഒരു ഡയറക്ടർ നിവിനെ പോലെ ഒരു ആക്ടറിനെ കിട്ടുമ്പോൾ ഏത് രീതിയിൽ ഔട്ട് കൊടുക്കുമെന്ന് ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ ഈ ഒരു ചിത്രത്തിൽ നമിതയാണ് നായികയെ എത്തുന്നത്. പുള്ളിക്കാരിയായാലും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് വെച്ച് എത്തിക്കുമെന്നൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പടത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഹൈ എന്ന് പറയുകയാണെങ്കിൽ അത് നിവിൻ തന്നെയാണ്. നിവിൻ്റെ ഒരു പക്ക സേഫ് സോൺ അല്ലെങ്കിൽ പുള്ളിയുടെ ഏരിയ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഫീൽ ഗുഡ് ഫാമിലി പടങ്ങൾ. ഇപ്പോൾ പഴയ ഒരു വിൻറ്റേജ് നിവിനെ മിസ് ചെയ്യുന്നു എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് മിസ്സാകുന്ന ഒരു നിവിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു മൈന്യൂട്ട് റിയാക്ഷൻസ് വെച്ചും ഡയലോഗ് ഡെലിവറി വെച്ചും പുള്ളിയുടെ ഒരു ആക്ഷൻസ് ഒക്കെ വെച്ച് ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതൊരു ഫീൽ ഗുഡ് ഫാമിലി എൻറ്റർടൈനർ ചിത്രത്തിൽ പ്രോപ്പർ സ്ഥലത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് അടിക്കേണ്ട അടി കിടിലൻ രീതിയിൽ തന്നെ അടിക്കുക എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം ഈ ലവ് ആക്ഷൻ ഡ്രാമയിലൊക്കെ കണ്ട പോലത്തെ ഒരു നിവിനുണ്ട്. കാരണം ഒരു ക്യാമറ ഇരിക്കുന്നുണ്ടെന്ന് പോലും നമ്മൾ തോന്നാതെ നമ്മുടെ ഒരു രീതിയിൽ തന്നെ അഭിനയിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ വഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ അത് ഈ കോമഡിയൊക്കെ തന്നെ പ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ അവസ്ഥയും പുള്ളിക്കാരൻ്റെ രീതികളും ഓരോ ശൈലികളൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ട്. അത് നിവിൻ നിന്ന് പലപ്പോഴും മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പടത്തിൽ അതിൻ്റെ ആ ഒരു മിസ്സൊക്കെ തന്നെ മാറ്റി നിർത്തി എടുക്കാൻ പറ്റിയുള്ള ഡയറക്ടറായിട്ടുള്ള ഗിരീഷ് ഷെട്ടിയുടെ നിവിനെ കിട്ടിയതുകൊണ്ടൊക്കെ തന്നെ പെർഫെക്റ്റ് ഔട്ട് വരുമെന്ന് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻറ്റർടൈനർ ചിത്രത്തിന് ഓണം തൂക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ തന്നെ നോക്കാം. കാരണം പൊട്ടും അല്ലെങ്കിൽ ഒരു ആവറേജ് ഹിറ്റ് ആകുമെന്ന് വിചാരിച്ചുള്ള വാഴ ഇൻഡസ്ട്രി ഹിറ്റ് വരെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലുള്ളൊരു ഫാമിലി സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു നിവിൻ പടത്തിന് ഏത് ലെവലിലുള്ള കളക്ഷനൊക്കെ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പ്രഡിക്ഷൻ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ തവണത്തെ ഓണം വിന്നർ ഖലീഫയാകുമോ അല്ലെങ്കിൽ ബെദ്ലഹേം കുടുംബ യൂണിറ്റ് ആകുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്ന കാര്യം തീർച്ചയായും കമൻറ്റ് ചെയ്യുക.